we are discussing methods of training. We have already discussed on the job training methods, coaching, understudy, job, position rotation, then its merits and demerits. Next, off the job training. This type of training is conducted by the organization within the premises or by external agencies. ഓഫ് ദ ജോബ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഏജൻസീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പ്രിമൈസസിൽ തന്നെ നടത്തുന്നതാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. ഇത് വർക്ക് പ്ലേസിലാവില്ല നടത്തുക, അതിൽ നിന്ന് വിട്ടിട്ട്, പക്ഷേ വിത്തിൻ ദ പ്രിമൈസ് ഓഫ് ദ കമ്പനി ആവാം. ദെൻ ട്രെയിനിങ് പ്രോഗ്രാം ആർ ക്യാരിഡ് ഔട്ട് ഇൻ ദിസ് ക്ലാസ് റൂം. Generally, this method is adopted by government and public undertakings. After job training method സാധാരണ അഡോപ്റ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് അതുപോലെ തന്നെ പബ്ലിക് അണ്ടർടേക്കിങ്സിലൊക്കെയാണ്. The employee has to leave his workplace and devote his entire time for training at a place away from his job. അപ്പോൾ എംപ്ലോയി ഇവിടുന്ന് വർക്ക് പ്ലേസിൽ നിന്ന് ലീവ് ചെയ്തതിന് ശേഷം അയാളുടെ ടൈം മൊത്തം എന്ത് ചെയ്യണം, ജോബൊന്നും പുറത്തുള്ള ഒരു സ്ഥലത്ത് ട്രെയിനിങ്ങിന് വേണ്ടി ചിലവഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, സ്പെഷ്യൽ കോഴ്സസ്. സ്പെഷ്യൽ കോഴ്സസ് ആർ കണ്ടക്റ്റഡ് ബൈ ആൻ ഓർഗനൈസേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സ്പേർട്സ്. Experts conduct a series of lectures. These lectures are meant for imparting special skills and knowledge about performing special tasks. ഇവിടെ എക്സ്പേർട്സിൻ്റെ സഹായത്തോട് കൂടിയിട്ട് സ്പെഷ്യൽ കോഴ്സസ് ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യും. ഇവിടെ കുറേ ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യും. എക്സ്പേർട്സ് കുറേ ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യും അവരുടെ സ്കില്ല് നോളജൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ സെക്കൻഡ് വൺ, കോൺഫറൻസസ്. എംപ്ലോയീസ് in the same organization or different organizations come together to discuss the various aspects of a particular topic. ഇവിടെ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ആളുകളും ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസും അതുപോലെ ഡിഫറെൻറ്റ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസും ഒന്നിച്ച് ചേർന്നിട്ട് എന്ത് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എക്സ്പേർട്സ് ആർ ഡെലിവറിങ് ലെക്ചേഴ്സ് ആഫ്റ്റർ ഡിസ്കഷൻ. ഇവരുടെ ഡിസ്കഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്പേർട്സ് ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ദെൻ തേർഡ് വൺ, കേസ് സ്റ്റഡി. In this form of training, a trainee undertakes a case study and learns how decisions were arrived at in such practical situations. ഇവിടെ ട്രെയിനി ഒരു കേസ് സ്റ്റഡി അണ്ടർടേക്ക് ചെയ്യും. അപ്പോൾ പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെയാണ് ഡിസിഷൻസ് എടുക്കാൻ പറ്റുക എന്ന് ഈ ഒരു കേസ് സ്റ്റഡിയിലൂടെ ട്രെയിനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കേസ് സ്റ്റഡീസ് ഹെൽപ്പ് ഇൻ ഡെവലപ്പിംഗ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്. അപ്പോൾ ഓരോ പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെ ഡിസിഷൻ എടുക്കാൻ പറ്റും അത് ട്രെയിനിക്ക് ഈ ഒരു കേസ് സ്റ്റഡിയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ദെൻ കേസസ് ആർ ഡിസ്കസ്ഡ് ഇൻ എ ഗ്രൂപ്പ്. ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് എ പവർ ഓഫ് റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽസ്, മെൻ്റൽ ക്യാപ്പബിലിറ്റീസ് ആൻഡ് ഫൈനലി ദി ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഓഫ് എംപ്ലോയീസ്. ദെൻ ഫോർത്ത് വൺ, സെമിനാർസ്. A trainee presents a paper on a particular topic. Copies of this document are circulated among participants and it is discussed. ഇവിടെ ട്രെയിനി ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യും ട്രെയിനി. അതിൻ്റെ ആ ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പീസൊക്കെ പാർട്ടിസിപ്പൻസിന് എന്ത് ചെയ്യും, സർക്കുലേറ്റ് ചെയ്യും. അത് അവർ ഡിസ്കസ് ചെയ്യും. ദ പാർട്ടിസിപ്പൻസ് ആർ ഏബിൾ ടു ലേൺ അബൌട്ട് ദ ടോപ്പിക് ത്രൂ ഡിസ്കഷൻ. അപ്പോൾ പാർട്ടിസിപ്പൻസിനൊക്കെ ഈ ഡിസ്കഷനിലൂടെ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ലേൺ ചെയ്യാൻ പറ്റും. Sometimes experts and specialists are invited to read papers which are discussed in sessions. Next ആണ് role playing. Here trainees are required to play the role of supervisor. A problem or work situation is given which they are expected to tackle in that role. It is a very useful device to change attitudes of trainees. ഇവിടെ സൂപ്പർവൈസറുടെ റോളിൽ അവർ ആക്ട് ചെയ്യുക ചെയ്യുന്നത്. ട്രെയിനീസ് എന്ത് ചെയ്യും, അവർക്കൊരു റോള് കൊടുക്കും, സൂപ്പർവൈസറുടെ റോള് കൊടുത്തിട്ട് പ്ലേ ചെയ്യാൻ പറയും. ദെൻ സെൻസിറ്റിവിറ്റി ട്രെയിനിങ്. ഗ്രൂപ്പ്സ് കൺസിസ്റ്റിംഗ് ഓഫ് 10 to 15 persons ആർ സെലക്റ്റഡ്.
ദേ ക്യാൻ ഷെയർ ദെയർ എക്സ്പീരിയൻസ്. ഇവിടെ 10 to 15 മെമ്പേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറയും. ദിസ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഈസ് എയിംഡ് അറ്റ് ക്രിയേറ്റിംഗ് ആൻഡ് ഇംപ്രൂവിങ് സെൻസിറ്റിവിറ്റി ടു ദ ഫീലിംഗ് ഓഫ് അതേഴ്സ്. ഈ ഒരു ട്രെയിനിങ് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ക്രിയേറ്റിംഗ് ആൻഡ് ഇംപ്രൂവിങ് സെൻസിറ്റിവിറ്റി ടു ദ ഫീലിംഗ്, മറ്റുള്ളവരുടെ ഫീലിങ്സ് അറിയാം, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. It is a good technique used to know how others feel one's emotional behavior, action, ideas, etc. എന്താണ് മറ്റുള്ളവരുടെ ഫീലിങ്സ്, അവരുടെ ബിഹേവിയർ എങ്ങനെ ഇവരെ അഫക്റ്റ് ചെയ്യുന്നു, അതൊക്കെ അറിയാൻ പറ്റും. ഇറ്റ് ഈസ് യൂസ്ഡ് കെയർഫുള്ളി. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ടെക്നിക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ പ്രോബ്ലം ആൻഡ് ഫോർ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിലേഷൻഷിപ്സ്. ദെൻ ലെക്ചേഴ്സ് ആണ്. It is a verbal presentation by an instructor to a large audience. It is an excellent and economic technique for group training. The lecturer is assumed to possess a considerable depth of knowledge of the subject concerned. ഇവിടെ ഇൻസ്ട്രക്ടർ ട്രെയിനർ എന്ത് ചെയ്യും, ലാർജ് ഓഡിയൻസിന് ഒരു വെർബൽ പ്രസൻറ്റേഷൻ നടത്തും. അതാണ് ലെക്ചേഴ്സ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. New policies, changes in policies and practices, rules and regulations can be communicated by using this method. ഇപ്പോൾ ഓർഗനൈസേഷൻ പോളിസീസ്, അതിലുള്ള ചേഞ്ചസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡാണ് ലെക്ചർ. ദെൻ ഓഡിയോ വിഷ്വൽസ്. ഓഡിയോ വിഷ്വൽ ഇതിൽ വരുന്ന എന്താ സ്ലൈഡ്സ്, വീഡിയോ ഫിലിംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് it is used to provide a wide range of realistic examples of job conditions and situations in the short period. ഇവിടെ ജോബ് കണ്ടീഷൻസ്, ജോബിലുണ്ടാകുന്ന സിറ്റുവേഷൻസൊക്കെ എന്ത് ചെയ്യുക, സ്ലൈഡ്സും ഫിലിംസും ഒക്കെ ആക്കിയിട്ട് കാണിക്കുക. then ഓഡിയോ വിഷ്വൽസ്. then സിമുലേഷൻ. It is an attempt to create a realistic decision making environment for the trainer. For example, training to astronauts is done in an artificially created situation which is the same as they would face in space. അപ്പോൾ അവിടെ സിമുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത് നോക്കുകയാണ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യലായിട്ടൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാം. ദെൻ വേറൊരു ടൈപ്പ് ട്രെയിനിങ് ആണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. Vestibule training. This is another type of training which is adopted when large number of persons are to be trained within a short span of time. അപ്പോൾ കുറച്ച് ടൈം കൊണ്ട് തന്നെ കുറേ ട്രെയിനീസ് ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ട്രെയിനിങ് മെത്തേഡാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. എ സ്പെഷ്യൽ ഏരിയ ഓർ റൂം ഈസ് സെറ്റ് aside from the main production area. This room is equipped with the furnishings similar to those found in actual workplace. The trainee is permitted to learn and work at this place. ഇവിടെ നമ്മുടെ വർക്ക് പ്ലേസിൽ നിന്ന് വിട്ടിട്ട് ഇപ്പോൾ ആക്ച്വൽ വർക്ക് പ്ലേസിൻ്റെ പോലെയുള്ള റൂം എക്യുപ്പ് ചെയ്ത് ഫർണിഷ് ചെയ്തിട്ടുള്ള റൂം കൊടുത്തിട്ട് അവർക്ക് അവിടെ ട്രെയിനിങ് കൊടുക്കുന്നതാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ലാർജ് നമ്പർ ഓഫ് പേഴ്സൺസ് ഉണ്ട്, ഒരേപോലെ ട്രെയിനിങ് കൊടുക്കേണ്ട കുറേ ആളുകളുണ്ടെങ്കിൽ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ട്രെയിനിങ്ങാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. അപ്പോൾ വർക്ക് പ്ലേസിന് വിട്ടിട്ട് ഒരു ആക്ച്വൽ വർക്ക് പ്ലേസ് പോലെ തന്നെ ഒരു റൂം എക്യുപ്പ് ചെയ്തിട്ട് അവിടെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ആണ് അപ്രൻറ്റീസ് ട്രെയിനിങ്. Apprentice training. Candidates are selected and appointed as trainees or apprentices. The selected persons work under experienced workers or supervisors who give guidance and help while doing the job. But candidates are selected and appointed as trainees or apprentices. But trainees ആയിട്ട് കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യും. ഈ സെലക്റ്റഡ് പേഴ്സൺസ് വർക്ക് അണ്ടർ എക്സ്പീരിയൻസ്ഡ് വർക്കേഴ്സ്, എക്സ്പീരിയൻസ്ഡ് സൂപ്പർവൈസേഴ്സിൻ്റെ കീഴിൽ എന്ത് ചെയ്യും, ഈ സെലക്റ്റഡ് പേഴ്സൺസ് വർക്ക് ചെയ്യും.
ഗിവ് ഗൈഡൻസ് ആൻഡ് ഹെൽപ്പ് വൈൽ ഡൂയിങ് ദ ജോബ്. ഈ സൂപ്പർവൈസേഴ്സിൻ്റെ കീഴിൽ അവർ വർക്ക് ചെയ്യും. അപ്പോൾ സൂപ്പർവൈസേഴ്സ് അവർക്കുള്ള ഗൈഡൻസൊക്കെ പ്രൊവൈഡ് ചെയ്യും. ദ അപ്രൻറ്റീസസ് വിൽ ഗെറ്റ് സ്റ്റൈപ്പൻഡ് ഡ്യൂറിങ് ദ ട്രെയിനിങ് പീരീഡ്. അപ്പോൾ സൂപ്പർവൈസർ കീഴിൽ അവർ വർക്ക് ചെയ്യുന്നു, അവർക്ക് അതിനുള്ള സ്റ്റൈപ്പൻഡ് കിട്ടും. ദേ ആർ ഓഫേർഡ് ജോബ്സ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ട്രെയിനിങ് സക്സസ്ഫുള്ളി. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, ജോബ് കിട്ടും. ദെൻ നെക്സ്റ്റ് വൺ, ക്ലാസ് റൂം ട്രെയിനിങ്. Classroom training. Under this method, training is provided in organizations' classrooms or in education institution lectures, case studies, group discussion and audiovisual aids are used to explain knowledge and skill to trainees. So class room training എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് എന്ത് ചെയ്യുക, ക്ലാസ് റൂംസിൽ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെക്ചേഴ്സ്, കേസ് സ്റ്റഡീസ്, അതുപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ക്ലാസ് റൂമിൽ നമ്മൾ എന്ത് ചെയ്യാം, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ക്ലാസ് റൂം ട്രെയിനിങ്. ദെൻ ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് ആണ്. ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് it is a joint program of training conducted by educational institutions and business firms. Educational institutionsum അതുപോലെ തന്നെ ബിസിനസ് ഫേംസും എന്ത് ചെയ്യുക, ജോയിൻ്റ് ആയിട്ട് നടത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ്. സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ് ക്യാരി ഓൺ റെഗുലർ സ്റ്റഡീസ് ഇൻ എൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. The business firm provide practical training to them in factory to acquire practical knowledge and skills. അപ്പോൾ സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യും, selected candidates carry on regular studies in an education institution. The business firm provide practical training to them in the factory to acquire practical knowledge and skills. ഇപ്പോൾ ബിസിനസ് ഫേം എന്ത് ചെയ്യും, ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് സെലക്റ്റഡ് കാൻഡിഡേറ്റ്സിന് കൊടുക്കും. പ്രാക്ടിക്കൽ നോളജും സ്കില്ലൊക്കെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക സെലക്റ്റഡ് കാൻഡിഡേറ്റ്സിന്. ദെൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ് ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ്, CBT. This type of training is very popular now. Computers can be used to provide training to the employees. The training packages are developed to suit the requirements of trainees. The concept behind CBT is that it allows individuals to participate in training when and where it is needed. ഇവിടെ കമ്പ്യൂട്ടേഴ്സാണ് ട്രെയിനിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സാധാരണ ഇപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ് ആണ് ഇവിടെ ഇപ്പോൾ കൂടുതലായിട്ട് നടക്കുന്നത്. ട്രെയിനിങ് പാക്കേജസ് ആർ ഡെവലപ്ഡ് ടു സ്യൂട്ട് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ട്രെയിനീസിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചുള്ള ട്രെയിനിങ് പാക്കേജസ് ആണ് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെയാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും ഉള്ള മെത്തേഡ്സ്. ഒന്നുകൂടി e-learning. ഇൻ്റർനെറ്റ് ഈസ് യൂസ്ഡ് ടു കണ്ടക്ട് ട്രെയിനിങ് ഓൺലൈൻ. ഇപ്പോൾ വേൾഡ് വൈഡ് വെബ് ഈസ് യൂട്ടിലൈസ്ഡ് ബൈ മാനേജ്മെൻറ്റ് ഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് training to employees located in different locations of jobs. If the employees have no computers, the organizations provide computers to them. അപ്പോൾ e-learning ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ടൊക്കെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, ഓൺലൈനായിട്ട് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, e-learning എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ട്രെയിനിങ് മെത്തേഡ്സ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ആണ്. ഓൺ ദി ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. അതിൽ കോച്ചിങ്, അണ്ടർ സ്റ്റഡി ഒക്കെ നമ്മൾ പറഞ്ഞു. ദെൻ ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് കുറേ പറഞ്ഞു. പിന്നെ വരുന്ന വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, അപ്രൻറ്റീസ് ട്രെയിനിങ്, ക്ലാസ് റൂം ട്രെയിനിങ്, ഇൻറ്റേൺഷിപ്പ്, e-learning, കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രെയിനിങ് മെത്തേഡ്സ്. ഓക്കെ, താങ്ക് യു.